ആരാ? ഞാനാ, വാതിൽ തുറക്ക്. നീ എന്താ രാത്രി പുറത്ത്? വാതിൽ തുറക്ക്, പറയാം. കേറ്. ഒരാളൂടെ ആരാ? കേൾക്കോ? പക്ഷേ തുണി മാറ്റാൻ. മാഷ് അസീസ നമ്മുടെ കുട്ടിയാ, ധൈര്യമായിട്ടിരിക്കാം. അസീസ, നീ പേടിക്കണ്ട, ഒരു ഗ്ലാസും കൂടെ കൊടുത്തു. ഏയ്, ഞാനിത് കഴിക്കില്ല. നിർബന്ധിക്കണ്ട, 3 ആൾക്ക് തികയില്ല. ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം? പണ്ടാറ് നിൽക്കണ്ടും. അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി. വേണ്ട വേണ്ട വേണ്ട. കുഞ്ഞാൻ ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ? അത് തയ്ച്ചാ? ഇല്ല. അതിന്റെ തുണി എങ്ങനെയുണ്ട്? വളരെ നൈസാ. മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ, അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ. മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം, കെട്ടാൻ പറ്റുമെന്ന്. കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ? ഇതാ അതിന്റെ ഒരു രസം അല്ലേ? നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ? കെട്ടണം. ഉമ്മ എപ്പോഴും പറയും നിക്കാന്റെ കാര്യം. ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നോക്കണം. ഇവന് പറ്റിയതാരാ മാഷേ? ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ? അത് വേണ്ട, അത് വേണ്ട. എന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു. നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ? അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ. ഓ, നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ? അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച. ഹൈദ്രോസിക്കാന്റെ മോൾ ആമിനെ എങ്ങനെ? എന്റെ അസീസ്, നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ, നീ കണ്ടിട്ടില്ലല്ലോ. നിനക്ക് നല്ല ചേർച്ചയായിരിക്കും. കാണണോ? എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ കാട്ടിത്തരാം. ഉള്ള വാപ്പ മോര് ഹൈദ്രോസ്. എന്റെ അസീസെ, ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ? അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ, ശരിയല്ലേ? ഇതിനുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിക്കാനാണ് അവരുടെ പെരട്ട നഗരെ. കുടിച്ചാ മതിയാക്കും കഷണ്ടി. നാടയെല്ലെങ്കിലും പെൺകുടമിന്ന് പൊന്നിൻകുടം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസ്ഫുര താരാനായ കുശേഖരം ആശ്ചര്യകരങ്ങൾ രാവിലെ നാമം ജപിക്കാനും സമ്മതിക്കില്ല. ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടായി. എന്താ രാവിലെ തന്നെ? ഇന്നലെ പറഞ്ഞ കാര്യം. ഏത് കാര്യം? ആമിനാണേ. ആമീന്? ഏതാമീന? ഹൈദ്രോസക്കാന്റെ മോള്. അതിവിടെയല്ല, നേരെ കിഴക്കോട്ട് പോയാൽ മതി, ആ തൊടിക്കപ്പുറം. അതല്ല, ഇന്നലല്ലേ പറഞ്ഞത് കാണണമെങ്കിൽ വന്നാ മതി എന്ന്. നിക്കാഹ്. ഈ ചെക്കൻ എന്തിന്റെ സൂക്കേടാ ഇതിനപ്പോ രാവിലെ ഉടുത്തിറങ്ങി പുറപ്പെട്ടത്? നിക്കാഹൊക്കെ കാരണവന്മാര് തീരുമാനിക്കും, അതാ അതിന്റെ സമ്പ്രദായം. ചെന്ന് വാപ്പ എടുത്ത് പറ. പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല, നേരെ അങ്ങോട്ട് പോയാ മതി. അപ്പൊ പറഞ്ഞ പോലെ ആവട്ടെ, ചെല്ലേ. ദൂരാരുണ വിഗ്രഹം കുഞ്ഞളവി വന്നു കേട്ടി, കാണാൻ പറ്റിയില്ല. വന്നതല്ല, ഞമ്മൾ രക്ഷപ്പെട്ടതാ. വരി.
നിങ്ങൾക്ക് ഇത്തിരി കായ് തരാനുണ്ട്. ചേരാ അതൊക്കെ ഇപ്പൊ നിങ്ങളോട് നമ്മൾ ചോദിച്ചോ? കായിനിപ്പോ ഇത്തരം ഞെരിക്ക വിചാരിച്ച മാതിരി കച്ചവടങ്ങൾ നടക്കണില്ല അലവി. ഹൈദ്രോസ്ക നിങ്ങൾക്ക് കായ് ഇനിയും വേണോ ചോദിക്ക്. അല്ല വേണ്ടപ്പെട്ടതാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണ്ടേ? ഇതാ എടുത്തോളി, ഇത് ഇങ്ങോട്ടായിട്ട് കൊണ്ടുവന്നതാ. ഇവിടെ ആർക്കാ ഇത്? അധികമൊന്നുമില്ല. ഇതാ ആമിനൊക്കെ ഒരു കുപ്പായത്തുള്ളൂ, പിന്നെ ടേപ്പ്, പിന്നെ നിങ്ങൾക്ക് ഒരു ലൈറ്റ്. എന്താ നോക്കണേ? സ്വിച്ചാണ് ഇങ്ങോട്ട് അതേ ഇപ്പഴും ഇങ്ങനെ നെറ്റി കൊടുത്താൽ മതി. കണ്ടില്ലേ? ഇതാ ഇതൊക്കെ എന്തിനാലവി? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിലോ? അപ്പൊ നമ്മൾ അറിഞ്ഞിട്ടെ ഹൈദ്രോസ്ക, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പൈസ ഇന്ന് നമ്മളെടുത്ത് വരും, നാളെ നിങ്ങളെടുത്ത് വരും. അതൊരു ബിസിനസ്സാണ്. മനുഷ്യനാണ് വലുത്. ഇന്ന് പടച്ചോൻ വേണ്ടി വെച്ചിട്ട് നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ കയ്യിൽ 10-15 ലക്ഷത്തിന്റെ ഒരു പിഴ നമ്മൾ തീർക്കണം. അസൂയക്കാര് പലതും പറയും. ഹൈദ്രോസ്ക, നിങ്ങൾക്ക് നമ്മളെടുത്ത് എപ്പോഴും വരാം, എന്തും ചോദിക്കാം. ഇത് വെറുതെ പറയല്ല, പാവാണ്. അപ്പൊ നമ്മൾ വരട്ടെ. ഓനെന്തിനാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവരണേ? മനസ്സുണ്ടായിട്ട് കുപ്പായമില്ല എന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങിയിട്ട് ദിവസം കുറെ ആയില്ലേ? എന്റെ പുന്നാരമോള് തുന്നിച്ചോ. എന്നാലും നമ്മുടെ മോക്ക് ഓനെന്തിനാ? അപ്പം തിന്നാ മതി, ഈ എണ്ണണ്ട. ഹൈഡ്രോസ് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ എനക്ക് വിവരം വേണ്ടേ? ഹൈദ്രോസൊക്കെ അങ്ങോട്ട് വരുന്നു. ആമനാക്കൊരു കുപ്പായം അളവതിലുണ്ട്, മറ്റന്നാ വരാം. എന്താണ് മൂലി വന്നിട്ട് പോയ വില കുഴപ്പമുണ്ടാ? ജബ്ബാർക്ക, അത് ആരുടെ തുണിയാണെന്ന് അറിയോ? ആരുടെയാ? ആമിനാത്താത്തന്റെ. അസീസേ, ഞാൻ അസീസ്. എന്താ? ഹൈദ്രോസൊക്കെ ഒരു കുപ്പായം തുന്നാൻ തന്നിട്ടുണ്ട്. അതിനെന്താ? തുന്നിക്കോളി. അതല്ല. എന്താ അച്ഛാ, വേഗം പറയ്. അല്ല, തുണി കമ്മിയാ. അത് പറയാൻ നിങ്ങൾ വന്നത്? സാരില്ല, തിരിച്ചു വന്നോളി. അല്ല, തുണി ഞാൻ തന്നെ മേടിച്ച് തുന്നിക്കോളാം. നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഈ കുപ്പായത്തില് ലൈസ് ഇല്ലേ? ഇങ്ങനെ വെക്കല്ലേ? അത് വെക്കണ്ടേ? ഇതൊന്നും ഞമ്മക്കറിയില്ല. നിങ്ങൾ എന്താ വെച്ചോ. അത് ശരി. അല്ല, അതിന് കായ് വല്ലതും വേണമെങ്കിൽ മൂപ്പരെടുത്ത് ചോദിക്കണം. അയ്യോ, അതൊന്നും വേണ്ട. ഈ ലൈസ് ഏത് നിറമെന്ന് പറഞ്ഞ അത് ഞാൻ മേടിക്കായിരുന്നു. അതൊന്നും എനിക്കറിയില്ല. കുപ്പായം ആമനക്കല്ലേ? ചോദിച്ചാ മതി. ഇവിടില്ലേ? ഓൾക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാച്ച തുണിക്കോളി, ഞമ്മക്ക് വേറെ പണിയുണ്ട്.
പച്ച മതിയെന്ന് പറ ഉമ്മ.